ഹലോ എവരി വൺ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രീവിയസ് വീഡിയോയിൽ നിന്നും ആർ സി ടൈം കോൺസ്റ്റന്റ് വാല്യൂ, അതായത് ടൗ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഈ ആർ സി ടൈം കോൺസ്റ്റന്റിന് സർക്യൂട്ട് ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ സർക്യൂട്ട് ട്രബിൾ ഷൂട്ടിങ്ങിൽ എന്താണ് ഇത്ര പ്രാധാന്യമെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾ അതും മനസ്സിലാക്കും. പ്രീവിയസ് വീഡിയോയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിലൂടെ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യാം, അത് കഴിഞ്ഞ് ഗ്രൗണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ ഡിസ്ചാർജ് ചെയ്യാം. ഈ ചാർജിങ്ങിനും ഡിസ്ചാർജിങ്ങിനും ഒരു സമയം ആവശ്യമാണ്. അതിനെ ആർ സി ടൈം കോൺസ്റ്റന്റ് അഥവാ ടൗ എന്ന് പറയുന്നു. 5 RC ടൈം കോൺസ്റ്റന്റ് ആണ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകാനും ഫുള്ളി ഡിസ്ചാർജ് ആകാനും വേണ്ട സമയം എന്നെല്ലാം നമ്മൾ പഠിച്ചു. പക്ഷെ ഈ 10 വോൾട്ടിന് പകരം നമ്മളൊരു സ്ക്വയർ വേവ് പൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സ്ക്വയർ വേവ് സിഗ്നൽ ആണ് നമ്മൾ ഈ 10 വോൾട്ടിന് പകരം അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ആർ സി നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം ഉണ്ടായിരിക്കുക? അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ട് വേവ് ഫോമിനെ അത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ആർ സി സർക്യൂട്ടിലേക്ക് അതിന്റെ ആർ സി ടൈം കോൺസ്റ്റന്റ്, അതായത് 5 RC ടൈം കോൺസ്റ്റന്റിന് തുല്യമായ ഒരു സ്ക്വയർ വേവ് സിഗ്നൽ ആണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ കപ്പാസിറ്ററിന് എക്രോസ് ലഭിക്കുന്ന വേവ് ഫോം എന്ന് പറയുന്നത് ഈ കാണുന്ന രീതിയിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സ്ക്വയർ വേവ് പൾസ് ആണ്. അതിന്റെ ഓൺ ടൈം എന്ന് പറയുന്നത് 5t ആണ്, അതായത് 5 RC. ഒരു കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആകാൻ വേണ്ട സമയമാണ് ഈ 5t എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ വ്യക്തമായി മനസ്സിലാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഒരു 5t ഓൺ ടൈമും 5t ഓഫ് ടൈമും ഉള്ള ഒരു സ്ക്വയർ വേവ് പൾസ് ആണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഈ ഓൺ ടൈമിൽ ഫുള്ളി ചാർജ് ആകും. ദിസ് ഈസ് 5t അല്ലെങ്കിൽ 5 RC ടൈം പീരീഡ്. അത് കഴിഞ്ഞിട്ടുള്ള ഓഫ് ടൈമിൽ കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആകും. ഈ പ്രോസസ് ഈ സ്ക്വയർ വേവിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ചാർജിങ് ഡിസ്ചാർജിങ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജിന്റെ ഷേപ്പ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വേവ് ഫോം ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് 5 RC ടൈം കോൺസ്റ്റന്റിനേക്കാൾ പൾസ് വിട്ട് കൂടിയ സ്ക്വയർ വേവ് സിഗ്നൽ ആണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഇതാ ഇങ്ങനെയായിരിക്കും ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. 5 RC ടൈം കോൺസ്റ്റന്റിനെക്കാട്ടിൽ കൂടിയ ഒരു പൾസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് 8 RC ടൈം പീരീഡ് ഉള്ള ഓൺ ടൈമുള്ള ഒരു പൾസ് ആണ് നമ്മൾ ആർ സി നെറ്റ്വർക്കിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം 5 RC ആകുമ്പോഴത്തേക്ക് അത് ഫുള്ളി ചാർജ്ഡ് ആയി കപ്പാസിറ്റർ, അതിനുശേഷം അത് ഹോൾഡ് ചെയ്യുന്നു, ആ ചാർജ് അവിടെ ഹോൾഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡിസ്ചാർജിങ് ടൈം, ആ നെഗറ്റീവ് വരുന്ന സമയത്ത് കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആകുന്നു, അതിനുശേഷം അത് അവിടെ ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലും ഈ രണ്ട് സിറ്റുവേഷനുകളിലും കപ്പാസിറ്ററിന് ഫുള്ളി ചാർജ്ഡ് ആവാനുള്ള സമയം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫുള്ളി ഡിസ്ചാർജ്ഡ് ആവാനുള്ള സമയവും അവിടെ ലഭിക്കുന്നുണ്ട്. കാരണം 5 RC ടൈം കോൺസ്റ്റന്റ്, അതായത് 5t കൂടുതലാണല്ലോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പൾസ് വിഡ്ത്ത് എന്ന് പറയുന്ന സംഗതി. എന്നാൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകുന്നതിന് മുമ്പ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ വേവ് ഫോം? അതാണ് നിങ്ങൾ ഈ കാണുന്നത്. കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകുന്നില്ല, അതായത് ഇവിടെ നമ്മൾ 8t എടുത്തു, ഇവിടെ 5t എടുത്തു. ഈ രണ്ട് സിറ്റുവേഷൻസിലും ഫുള്ളി ചാർജ്ഡ് ആകുന്നുണ്ട്, ഇവിടെ ഫുള്ളി ചാർജ്ഡ് ആകുന്നില്ല. ഇവിടെ 2t ടൈം പീരീഡ് ആണ്, 2 RC ടൈം പീരീഡ് എന്നാണ് 2 RC ടൈം പീരീഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളി ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകാൻ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഒരു വേവ് ഫോം ആണ് നമുക്ക് ലഭിക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെക്കാട്ടിൽ, അതായത് 10 വോൾട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ 10 വോൾട്ട് ഇത് ഗ്രൗണ്ടും ആണെന്നുണ്ടെങ്കിൽ ആ 10 വോൾട്ടിലേക്ക് ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവില്ല, കാരണം അതിനു മുമ്പ് അത് ഡിസ്ചാർജ് ആവുകയാണല്ലോ. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെക്കാട്ടിൽ കുറവായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന വോൾട്ടേജ്. അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇൻപുട്ട് വോൾട്ടേജും അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജും
നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന വോൾട്ടേജും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതും മനസ്സിലാക്കി വെക്കുക. ഇത് നമുക്കൊരു സിമുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ സിമുലേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1K 10 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1K റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 40 ഹെർട്സിന്റെ സ്ക്വയർ വേവ് പൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സ്ക്വയർ വേവ് പൾസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 5 വോൾട്ടിന്റെ ഒരു സ്ക്വയർ വേവ് പൾസ് ആണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി 40 ഹെർട്സ് ആണ്. ഡ്യൂട്ടി സൈക്കിൾ 50% ആണ്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺ ടൈമും ഓഫ് ടൈമും സൂചിപ്പിക്കുന്നു. ഡ്യൂട്ടി സൈക്കിൾ കൂട്ടുകയാണെങ്കിൽ, അതായത് ഡ്യൂട്ടി സൈക്കിളിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഡ്യൂട്ടി സൈക്കിൾ കൂട്ടുകയാണെങ്കിൽ ഇതിന്റെ ഓൺ ടൈം കൂടി നിൽക്കും, ഓഫ് ടൈം കുറഞ്ഞു നിൽക്കും. അതായത് ഇതിപ്പോ ഒരു 60% ആക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓൺ ടൈം കൂടും, ഓൺ ടൈം കൂടുന്നു. ഇതിനെ അപേക്ഷിച്ച് ഓൺ ടൈം ഇവിടെ കൂടുതലാണ്, ഓഫ് ടൈം കുറഞ്ഞു. അപ്പൊ ഇതിനെ അഡ്ജസ്റ്റ് ഇതിനെ PWM എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും 50ലേക്ക് ഇടാം. 50% ഡ്യൂട്ടി സൈക്കിളില് അപ്പം 5 RC ടൈം കോൺസ്റ്റന്റിനെക്കാട്ടിൽ കുറഞ്ഞ വാല്യൂയിലുള്ള ഒരു സിഗ്നൽ ആണ് നമ്മളിവിടെ, സ്ക്വയർ വേവ് സിഗ്നൽ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചാർജ് ആകുന്നു. കംപ്ലീറ്റ്ലി ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ ഡിസ്ചാർജ് ആകുന്നു. ഇവിടെ നമ്മൾ 5 വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ലഭിക്കുന്ന വോൾട്ടേജ് മാക്സിമം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3.4 വോൾട്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ RC ടൈം കോൺസ്റ്റന്റ് വേരി ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പിന് മാറ്റം വരുത്താമെന്ന് നമുക്കറിയാം. അതായത് ഒന്നുകിൽ നമുക്ക് ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് RC ടൈം കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറ്റം വരുത്താം. അങ്ങനെ വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ലഭിക്കുന്ന ആ വേവ് ഷേപ്പ് വ്യത്യാസമായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 10 മൈക്രോ ഫാരഡിന് പകരം 1 മൈക്രോ ഫാരഡ് ആണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഈ സ്ക്വയർ വേവിന് ഏകദേശം സമാനമായിട്ടുള്ള ഒരു സിഗ്നൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിലായിട്ട് ലഭിക്കുന്നത്. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ RC ടൈം കോൺസ്റ്റന്റ് എവിടെയൊക്കെയാണ് ഉപയോഗപ്പെടുക എന്നുള്ളതിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇന്ന് ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.